ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാ സേന 3 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു. സ്ഫോടക വസ്തുക്കളും ഓട്ടോമാറ്റിക് ആയുധങ്ങളും കണ്ടെടുത്തു. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു പറയും. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 3 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിരിക്കുകയാണ് സുരക്ഷാ സേന. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ലൈനിലുണ്ടെന്ന് കരുതുന്നു. ജിഷ്ണു പറയും. രജനി, ഛത്തീസ്ഗഡിൽ ബീജാപൂരിൽ സുരക്ഷാ സേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ബീജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിൽ 9 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. അതിന് പിറകെയാണ് ബീജാപൂർ ഉൾപ്പെടെയുള്ള ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ സംയുക്ത പരിശോധനയും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടവും സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള സംയുക്ത പരിശോധനയ്ക്കിടെയാണ് ബീജാപൂർ മേഖലയിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലിലാണ് 3 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു എന്ന കാര്യം സുരക്ഷാ സേന അറിയിച്ചിട്ടുള്ളത്. യന്ത്രവൽകൃത തോക്കും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ വൻ ആയുധശേഖരം മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ പരിശോധന തുടരുകയാണ്. 3 ദിവസം മുൻപും സുക്മ ബീജാപൂർ അതിർത്തിയിലെ വനമേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വേണ്ടി സുരക്ഷാ സേന സംയുക്ത പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ഒടുവിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിലും 3 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ആ ഒരു പ്രദേശമുണ്ടായത് അല്ലെങ്കിൽ ആ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നത് ബീജാപൂർ ജില്ലയിലെ അവ്വാപ്പള്ളി പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മുർദണ്ഡ ഗ്രാമത്തിലായിരുന്നു. അവിടെയായിരുന്നു 3 ദിവസം മുൻപ് 3 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചത്. ഇന്നും ബീജാപൂർ അതിർത്തിയിലെ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലാണ് 3 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചത്. അത്തരത്തിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ CRPF-ഉം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും CRPF-ന്റെ കോബ്ര യൂണിറ്റും ഉൾപ്പെടുന്ന സംയുക്ത സംഘം ശക്തമായ പരിശോധന നടത്തിവരികയാണ്. മാവോയിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ബീജാപൂരിൽ IED സ്ഫോടനത്തിൽ ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള കാര്യം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് ദിയോ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ സംയുക്തമായ പരിശോധന നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട തുടരുക തന്നെയാണ്. 3 മാവോയിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന ഇന്ന് വധിച്ചത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.